ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുന്നു. അതിനെ കൽദയർ അരാമ്യ ഭാഷയിൽ രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, സ്വപ്നം അടിയങ്ങളോട് അറിയിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്നുണർത്തിച്ചു. രാജാവ് കൽദയരോട് ഉത്തരമരുളിയത്, വിധി കൽപ്പിച്ചുപോയി സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പി. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം ജീവിത ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കണം. ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വളരെ പ്രധാനമായി പ്രതിപാദിക്കുന്ന വിഷയം നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമാണ്. പക്ഷേ നെബൂഖദ്നേസർ രാജാവ് പുറപ്പെടുവിച്ച ഈ കൽപ്പന, അതിന്റെ അർത്ഥവും പറയണം, സ്വപ്നവും പറയാനിടയാകണം. അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ദാനിയേലിന്റെ കാലഘട്ടത്തെ കുറിച്ച് 2 തരത്തിലുള്ള വിചാരങ്ങളാണ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ബാബിലോണിയൻ അസീറിയൻ ഹിസ്റ്ററി നാം പഠിക്കുമ്പോൾ, ബാബിലോണിന്റെയും അശൂരിന്റെയും ചരിത്രം പഠിക്കുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ തന്നെ സെമിറ്റിക് ഭാഷയാണ്. സെമിറ്റിക് ഭാഷ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്, ശേമ്യ വംശരിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഭാഷയാണ് സെമിറ്റിക് ഭാഷ. അക്കാഡിയൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അക്കാഡിയൻ ഭാഷയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയാണത്. സെമിറ്റിക് ഭാഷകൾ പടിഞ്ഞാറൻ ഏഷ്യൻ ഭാഷകളിലും ഉണ്ട്. ഇസ്രായേൽ, ഉഗാരിത്, അരാമൈക്, അറബിക്, എത്യോപ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ ബാബിലോൺ എന്നും അസീറിയ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. എബ്രായ, ഉഗാരിത്, അറാമൈക്, അറബിക്, എത്യോപ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയെല്ലാം പൊതുവെ ബാബിലോൺ, അസീറിയ എന്ന വാക്കുകൊണ്ട് അർത്ഥപ്പെട്ടിരുന്നത്. So especially Ebraya, Ugarit and Aramic, Arabia and Ethiopia usually called as the Babylonians and Assyrians. When you study the whole history of the Babylon, so in the ancient time the Assyrians and the Babylonians, they allied or they worked together. നാം ബാബിലോണിന്റെ ചരിത്രം എടുത്ത് ആദ്യമേ പരിശോധന നടത്തിയാൽ ബാബിലോണ്യരും അസീര്യരും ഒരുമിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. So they settled in between the Euphrates, the river of Euphrates and Tigris. So they usually called us, in between the rivers. അവര് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് എന്ന് പറയപ്പെടുന്ന നദികളുടെ തീരങ്ങളിൽ അവർ പാർത്തിരുന്നവരായിരുന്നു. അതുകൊണ്ട് അവരെ നദികളുടെ ഇടയിൽ പാർത്തിരുന്നവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ദ ഹീബ്രു പീപ്പിൾ, സോ ദ ഹീബ്രൂസ് യൂഷ്വലി കോൾഡ് ആസ് ദ പീപ്പിൾ ബിയോണ്ട് ദ റിവർ. എന്നാൽ നദികളുടെ അപ്പുറം പാർത്തിരുന്നവരെന്നായിരുന്നു എബ്രായർ. അതുകൊണ്ട് അവരെ അക്കരക്കാരെന്നാണ് മലയാളത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ദ ബാബിലോണിയൻസ്, ദേ settled in between the Euphrates and Tigris river. So അതുകൊണ്ട് അവര് നദികളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ടൈഗ്രീസ് ആൻഡ് യുഗാരീസ് താഴ്വരകളിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഭാഷയാണ് അക്കാഡിയൻ ഭാഷ. ഈ ബാബിലോണിയൻ സാമ്രാജ്യമാണ് 2-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട സ്വപ്നത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ
ഈ ദാനിയേൽ കണ്ട ഈ സ്വപ്നത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തെ കുറിച്ചും ഭാവികാല രാഷ്ട്രങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ അതിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഇത് അതർ നെയിം ഓഫ് ദിസ് ബാബിലോൺ നേഷൻ ഈസ് കോൾഡ് ദ കാൽഡിയൻസ്. സോ ദേ ആർ സ്പെഷ്യലി ട്രെയിൻഡ് ടു ഇന്റർപ്രറ്റ് ദ ഡ്രീംസ് ആൻഡ് ദ ഫ്യൂച്ചർ ഈവന്റ്സ് on the basis of the inscriptions of the Tel el Amarna writings. Tel el Amarna writing അന്നത്തെ കാലഘട്ടങ്ങളിൽ ശിലാലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ലിഖിതങ്ങളായി ഉണ്ടായിരുന്നു. In that time there are 3 types of inscriptions and many of the important kings' royal writings were inscribed in rocks. അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജകീയമായിരിക്കുന്ന വിളംബരങ്ങളെല്ലാം പാറയുടെ പുറത്ത് എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് അതിനെ ശിലാലിഖിതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ടൈപ്സ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ ദേ യൂഷ്വലി റോട്ട് ഇൻ പാർച്ച്മെന്റ്സ്. രണ്ടാമത്തെ രൂപത്തിൽ അവർ എഴുതപ്പെട്ടിരിക്കുന്ന പാർച്ച്മെന്റ്സ് അല്ലെങ്കിൽ ശുദ്ധിയുള്ള മൃഗങ്ങളുടെ തോലുകൾക്കകത്താണ് എഴുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അതിനെ പാർച്ച്മെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. And the third one is later on they began to write the things in papyrus. അവർ പെപ്പിറസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക ചെടിയുടെ തണ്ട് അത് ചതച്ച് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി അതിനകത്ത് അതിൽ നിന്നാണ് പേപ്പർ എന്നുള്ള വാക്ക് വരുവാനിടയായി തീർന്നത്. So usually in those time all the Akkadian writings or Akkadian റൈറ്റിംഗ്സ് അന്നത്തെ കാലഘട്ടത്തിലെ അക്കാഡിയൻ എഴുത്തുകളെല്ലാം തന്നെ ഈ വിധത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോൾ ദാനിയേൽ രാജകൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ while the king Nebuchadnezzar he gave an order that he has seen a vision or a dream, but he is not supposed to understand it because it is beyond his understanding. നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. രാജാവ് ഇങ്ങനൊരു സ്വപ്നം കണ്ടുവെങ്കിൽ തന്നെയും രാജാവിന് ഈ സ്വപ്നത്തിന്റെ അർത്ഥം അറിയത്തില്ല, സ്വപ്നവും അറിയത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അല്പമായി പറയുവാനിടയായി തീർന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് ലോക മനുഷ്യർക്ക് ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിനപ്പുറത്തെ ബിയോണ്ട് ദ വേൾഡ്, and beyond this world there is a spiritual world, there is a spiritual empire, and there is a future kingdom is going to establish. All these things they are ignorant. That is beyond their understanding, beyond their capacity of their thinking or beyond their calibre. എന്തുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് താൻ കണ്ട സ്വപ്നം മറന്നുപോയതല്ല താൻ. അവിടെ മലയാള ഭാഷയിൽ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഫോർഗട്ട്. പക്ഷെ തനിക്കത് ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഹി ഈസ് നോട്ട് ഹാവിംഗ് an ability to understand the future kingdom. What is the spiritual kingdom? What is the kingdom of God? ദൈവം രാജാക്കന്മാരെ വാഴിക്കുകയും ദൈവം രാജാക്കന്മാരെ നീക്കുകയും ചെയ്യും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധ്യം, അത് ഗ്രഹിക്കുവാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നില്ല. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ദൈവികമായ കാര്യങ്ങൾ, if God wanted to show certain things to us, a godly spirit is necessary to understand the things. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരു വ്യക്തിക്കും ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിയുവാൻ കഴിയത്തില്ല. അതാണ് 1 കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തുന്നത്. നാം ഈ ലോകത്തിൽ വേദപുസ്തകം വായിച്ചാലും, എസ്പെഷ്യലി യു റീഡ് ദാറ്റ് in Acts chapter 7, there we see that, chapter 8, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ കന്ദക്ക എന്ന റാണിയുടെ എത്യോപ്യൻ ഷണ്ണൻ വേദപുസ്തകം വായിക്കുന്നുവെങ്കിൽ തന്നെ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം he was not oriented by the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്കും വേദപുസ്തക സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരാൾ വേദപുസ്തക സത്യം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ, ദൈവം ഒരാളെ ഒരു കാര്യം കാണിച്ചാൽ ആ കാര്യം അയാൾ മനസ്സിലാക്കണമെങ്കിൽ അത്യന്താപേക്ഷിതമായി അദ്ദേഹത്തിന് ദൈവത്തിന്റെ സ്പിരിറ്റും ദൈവസഹായം ഉണ്ടായിരിക്കണം. ഇതാണ് നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും അവരോട് ഈ 2-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളത്, തിരുമുമ്പിൽ അത് അറിയിക്കുവാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. നിങ്ങളുടെ ഈ പറയപ്പെട്ട ഭാഗത്ത് തന്നെ കൽദയരും മജീഷ്യൻസും മന്ത്രവാദികളും ആഭിചാരക്കാരും ശകുനവാദികളും കൽദയരും ഒരുമിച്ച് ഒരുപോലെ മനസ്സിലായി, ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോകപ്രകാരമുള്ള ബുദ്ധിയോ ജ്ഞാനമോ അറിവോ വെച്ച് ഈ കാര്യത്തെ വ്യാഖ്യാനിക്കുവാനോ അറിയുവാനോ കഴിയത്തില്ല. നാം ഏത് കാര്യവും പ്രിയരെ ഓർക്കണം, ദൈവം ലോകത്തിലെ രാജാക്കന്മാരിലൂടെ ആയാലും അല്ലാതെ ആരിലൂടെ ആയിരുന്നാൽ തന്നെയും ഒരു കാര്യം ദൈവമാണ് അറിയിച്ചതെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ അറിയിക്കാൻ കഴിയത്തുള്ളൂ. ഉദാഹരണത്തിന് ഫറവോൻ സ്വപ്നം കണ്ടു. അതുപോലെ യോസഫിന്റെ കൂടെ ജയിൽവാസം അനുഭവിച്ച അപ്പക്കാരനും പാനപാത്രവാഹകനും സ്വപ്നം കണ്ടു. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥമായിരുന്നു എങ്കിൽ തന്നെയും സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാത്തതിനാൽ അവർ ആകെ കുഴഞ്ഞു പോകുവാനിടയായി. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമുക്ക് നമ്മുടെ ബ്രെയിൻ വളരെ വികസിച്ചിട്ടുണ്ട്. ഇന്റലക്ച്വലി വി ആർ മോർ, ഇന്റലക്ച്വലി വി ആർ ഹയർ, വി യൂസ് അവർ ബ്രെയിൻ ആൻഡ് ലോജിക്. നാം നമ്മുടെ ബുദ്ധിയും അറിവും ജ്ഞാനവും എല്ലാം വളരെ ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ബുദ്ധിയോ അറിവോ ലോജിക്കോ റീസണോ ഇതുകൊണ്ടൊന്നും തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യം അറിയുവാൻ കഴിയത്തില്ല. അത് കൽദയർക്കും മജീഷ്യന്മാർക്കും അവർക്കെല്ലാം വ്യക്തമായി മനസ്സിലാക്കി, ഞങ്ങളെ കൊണ്ട് ഈ കാര്യം അറിയിക്കാൻ കഴിയത്തില്ല. വി ആർ നോട്ട് സപ്പോസ്ഡ് ടു, വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞങ്ങൾക്ക് ഇത് അറിയാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളെ ഗ്രഹിക്കുന്നതിന് അപ്പുറമാണ്, ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ഞങ്ങളുടെ അറിവുകൾക്ക് അപ്പുറമായിരിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് അവർ ഉപയോഗിച്ച മറ്റൊരു മാർഗമാണ് 11-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഇത് മനുഷ്യരുടെ അപ്രാപ്യതയെക്കുറിച്ചാണ്, ലോകത്തിന്റെ ഭാവിയെക്കുറിച്ച്, ദ ഫ്യൂച്ചർ ആൻഡ് എസ്കറ്റോളജി ഓഫ് ദ ദ കമ്മിങ് കിങ്ഡം, വരാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച്, വരാൻ പോകുന്ന ഭരണത്തെക്കുറിച്ച്, വരാൻ പോകുന്ന നിത്യരാജ്യത്തെക്കുറിച്ച്, ഈ വിധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് മനുഷ്യരാശിക്ക് അവരുടെ ലോജിക്ക് വെച്ച്, ബുദ്ധി വെച്ച്, അറിവ് വെച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവർക്കാർക്കും ഇത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമായിരിക്കണം. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. 8-ാം വാക്യം 11-ാമത്തെ വാക്യത്തിൽ, ഇൻ ദ വേഴ്സ് 11, 11-ാമത്തെ വാക്യത്തിൽ നാം ഈ അധ്യായത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? ആൻഡ് ടു റെയർ തിങ്സ് ദാറ്റ് ദ കിങ് റിക്വയർഡ്. രാജാവ് ചോദിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ളതാണ്. And it is a rare thing that the king required. കൽദയർ and യാക്കിറ എന്നുള്ള ഒരു വാക്കാണ് എബ്രായ വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മീനിങ് ചോയ്സ്, വാല്യുബിൾ ആൻഡ് കോസ്റ്റ്ലി. യാക്കിറ എന്നുള്ള എബ്രായ വാക്കിന്റെ അർത്ഥം അത് വളരെ വില കൂടിയതാണ്, വളരെ വില കൊടുത്ത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഹെവി ആൻഡ് ഹാർഡ് ആൻഡ് ഡിഫിക്കൽട്ട്. ബാരൂസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബാരൂസ് എന്നുള്ള വാക്കിന് വളരെ ഭാരമുള്ളത്, മനുഷ്യന് ചുമക്കാൻ കഴിയാത്ത വിഷയമാണ്, ചുമക്കാൻ കഴിയാത്ത ഭാരമെന്നാണ്. സോ അനദർ ഇംഗ്ലീഷ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഇറ്റ് ഈസ് അൺകോമൺ ദാറ്റ്
ഇത് മനുഷ്യരുടെ സാധാരണ മനുഷ്യർക്കെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ്. സോ ഡിഫിക്കൽട്ട് ടു ബിയോണ്ട് ദ ഹ്യൂമൻ പവേഴ്സ്. മനുഷ്യന്റെ ശക്തി കൊണ്ട്, ബിയോണ്ട് ഹ്യൂമൻ പവേഴ്സ്, മനുഷ്യന്റെ ശക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അറിയാൻ കഴിയാത്തതിനാണ് ഇക്കുറ എന്നുള്ള എബ്രായ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ബാറൂസ് എന്നുള്ള യവന വാക്കിന്റെ അർത്ഥം. The Barus and Ikura, these are the two parallel words in Hebrew and in Greek. ഹീബ്രുവിലും ഗ്രീക്കിലും ആ വാക്കിന്റെ അർത്ഥം ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യന് ചുമക്കുവാനോ മനസ്സിലാക്കുവാനോ അപ്രാപ്തി ഉള്ള കാര്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അടുത്ത വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന there is none other that can show it, the king except the God whose dwelling is not with flesh. ജഡവാസമില്ലാത്ത മനുഷ്യദേവന്മാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഗോഡ്സ് എന്നുള്ള വാക്ക് ജഡവാസമില്ലാത്ത ദേവന്മാർ എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന എലഹൈൻ എന്നുള്ള എബ്രായ വാക്കാണ്. എലഹൈൻ, ആ വാക്ക് തന്നെയാണ് എലോഹീം എന്നുള്ള വാക്ക്. എലഹൈൽ നിന്നാണ് എലോഹീം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അതൊരു എലഹൈൻ എന്നുള്ള സിംഗുലരും എലോഹീം എന്നുള്ളത് പ്ലൂറൽ ശബ്ദത്തിലുമാണ്. It means that this is a plural, that the person who is a dwell among the human being, he is not in a position to interpret these things. മനുഷ്യരുടെ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിക്കും ഇതിന്റെ അർത്ഥം പറയാൻ കഴിയാത്ത വിധത്തിൽ അതികഠിനമാണ്. അതുകൊണ്ട് it is a board in the temple place. ഇത് ആലയവുമായിട്ട്, ദേവാലയവുമായി ബന്ധപ്പെട്ടാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഡെൽഫിക് ഒറക്കിൾസുകൾ ഉണ്ടായിരുന്നു. അതായത് അമ്പലങ്ങളിൽ, ദേവാലയങ്ങളിൽ ആ കാലഘട്ടത്തിൽ ദേവന്മാർ പറയപ്പെടുന്ന വാക്കുകളെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ ഉണ്ടായിരുന്നു. ഹെർമസ് പറയുന്ന വാക്യങ്ങളെ, ഹെർമസ് എന്ന് പറയുന്ന ദേവൻ പറയുന്ന വാക്കുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന പ്രത്യേക വ്യക്തികൾക്കാണ് ഹെർമനറ്റിക്സ് എന്നുള്ള ശാഖ പോലും ഉണ്ടായത്, വ്യാഖ്യാന ശാസ്ത്രം ഉണ്ടായത്. ഹെർമാസ് എന്ന് പറയപ്പെടുന്ന ആളായിരുന്നു ദേവന്മാരുടെ ഭാഷകളെ മനുഷ്യഭാഷയിലേക്ക് കുത്തിരിപ്പാനിടയായി തീർന്നത്. നാം വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ദേവന്മാരുടെ ഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷയുണ്ട്, സ്വർഗീയ ഭാഷയുണ്ട്. ഇതെല്ലാം ചേർത്താണ് അന്യഭാഷ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഷയും ഉണ്ടായത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, വേദപുസ്തകത്തിനകത്ത് പല ഭാഷകളുണ്ട്. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയുണ്ട്, മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയുമുണ്ട്. നാം ഈ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ മെനെ തെക്കേൽ ഫാർസീൻ എന്നുള്ളത് എന്തുകൊണ്ടാണ്? അന്നത്തെ കാലഘട്ടത്തിൽ ക്ഷുദ്രവാദികൾക്കും അഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും കൽദേയർ എന്ന് പറയപ്പെടുന്നവർ ശക്തന്മാരായ ഭാഷാ നിപുണന്മാരായിരുന്നു. പക്ഷേ അവർക്കാർക്ക് എന്തുകൊണ്ടത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല? അതിന്റെ കാരണം ദൈവഭാഷയിൽ എഴുതിയ ദൈവത്തിന്റെ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് ഗാഡ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ നോളജ് ഈസ് വെരി ഹാർഡ്. ദൈവത്തിന്റെ ഭാഷയെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ ഭാഷയെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആരാധനയിൽ നാം കാണുന്ന അന്യഭാഷ പോലും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ വിഷയമല്ലാത്തതിനാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മറ്റൊരു ക്ലിപ്പിൽ ഞാൻ അന്യഭാഷ എന്താണെന്നും ദൈവത്തിന്റെ ഭാഷ എന്താണെന്നതിനെ കുറിച്ചും വിവരിക്കാം. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ എബ്രായ ഭാഷയെ ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഷ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലും ഒരു കാലഘട്ടത്തിൽ ദേവനാഗരി ഭാഷയുണ്ടായിരുന്നു, ദൈവത്തിന്റെ ഭാഷയുണ്ടായിരുന്നു. സംസ്കൃത ഭാഷ എന്ന് പറയുന്ന ദേവന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന ദൈവത്തിന്റെ ഭാഷ എന്ന് അറിയപ്പെട്ടിരുന്ന കാരണം ഭാഷയെന്ന് എല്ലാവർക്കും ഉപയോഗിക്കുവാൻ സാധാരണമല്ലായിരുന്നു. അത് ദൈവത്താൽ മാത്രമുള്ള അറിവെന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ ദൈവം ഒരു കാര്യത്തെ വെളിപ്പെടുത്തി കൊടുത്താൽ അതൊരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവര് തന്നെ, അന്നത്തെ മന്ത്രവാദികളും ക്ഷുദ്രക്കാരും ആഭിചാരകന്മാരും കൽദയരും ഒരുപോലെ സമ്മതിച്ചു, ദൈവത്തിന്റെ ആത്മാവുള്ള ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ ആർക്കും ഇത് വ്യാഖ്യാനിപ്പാൻ കഴിയത്തില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട്
അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇത് ഹേതുവായിട്ട് രാജാവ് അത്യന്തം കോപിച്ചു. Because of this the king became very furious. രാജാവ് ഇത് കണ്ടിട്ട് വളരെ കോപിപ്പാനിടയായി. എന്തുകൊണ്ടാണ് രാജാവ് ഇത് കോപിച്ചത്? അങ്ങനെ 13-ാം വാക്യം, അവൻ വിദ്വാൻമാരെയും കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെടുപ്പ് ജാതിയലിനെയും കൂട്ടരെയും കൊല്ലുവാൻ അന്വേഷിച്ചു. അപ്പോൾ രാജാവ് the decree that should be put to death, മരണപരമായ അല്ലെങ്കിൽ മരണവിധി കൽപ്പിച്ചു രാജാവ്. ഇത് വളരെ കഠിനമായി അന്നത്തെ ബുദ്ധിമാന്മാരും അന്നത്തെ ശക്തന്മാരായ ആൾക്കാർ പലരും രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അവർക്കാർക്കും ഈ മരണവിധിയെ മാറ്റി എഴുതുവാൻ കഴിയാത്ത വിധത്തിൽ അതികഠിനമായിരുന്നു. അങ്ങനെ ദാനിയേലിനെയും തന്റെ കൂട്ടരെയും they sought Daniel and his fellows to be slain. ദാനിയേലിനെയും തന്റെ കൂട്ടരെയും കൊല്ലുവാൻ തന്നെ അങ്ങനെ ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനം ദാനിയേലിന്റെ ചെവിയിൽ എത്തതായിട്ടും നാം ആ ഭാഗത്തെ കാണുവാൻ കഴിഞ്ഞു. ദാനിയേലിനെയും കൂട്ടരെയും കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. ഇത് ദാനിയേലിന്റെയും കൂട്ടന്റെയും ചെവിയിൽ എത്തിയപ്പോൾ അവർ രാജാവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനവുമായിട്ട് വരികയാണ്. രാജാവിന്റെ സന്നിധിയിലേക്ക് അവർ തീരുമാനമായി വന്നത് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെ, വേഴ്സ് 14, 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയാൻ കഴിയുന്നത്. ഞാൻ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ രാജാവിന്റെ അകമ്പടിനാനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളയാൻ പുറപ്പെട്ട അരിയോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും ഇടപെട്ടു. അവിടെ 14-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അരിയോക് ദ ക്യാപ്റ്റൻ ഓഫ് ദ കിങ് ഗാർഡ്, the chief of the executioners or slaughtermen. അന്ന് അവർ ഒരു നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അരിയോക്. ചീഫ് മാർഷൽ എന്നാണ് ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചീഫ് മാർഷൽ ദാനിയേൽ ഇൻക്വയർഡ് റെസ്പെക്ടിംഗ് ദ ലോ ആൻഡ് സെന്റൻസ് ടു അരിയോക് എന്നാണ് ഇംഗ്ലീഷ്. അരിയോക് എന്ന് പറയപ്പെടുന്ന പട്ടാള മേധാവിയോട് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ആളെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ ഒരു വലിയ തീരുമാനം കൊണ്ട് വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി ആണ് അദ്ദേഹം ചോദിച്ചത്. which was Daniel returned and counsel prudence with the counsel and prudence. മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എങ്ങനെയാണ്? ബുദ്ധിയോടും വിവേകത്തോടും കൂടെ താൻ ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊവിഡൻസ് ആൻഡ് കൗൺസിൽ, വളരെ വിവേകത്തോടും. ദാനിയേൽ എൻക്വയർഡ്. ഈ ഒരു വിഷയം ഒരു സാധാരണ വിഷയമല്ലെന്നും ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവരുവാൻ കാരണം എന്തെന്നും തന്റെ ബുദ്ധിയും വിവേകവും അനുസരിച്ച് ദാനിയേൽ എൻക്വയറി നടത്താനായിട്ട് കാണിച്ചു. അവിടെ ബുദ്ധി വിവേകം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊവിഡന്റലി ആൻഡ് കണ്ണിംഗ്ലി, ജനറ്റെ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെറ്റെ എന്നുള്ള എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം പ്രൊവിഡൻസ് ആർ പ്രത്യേക മെറ്റഫോറിക്കലി റിസീവ്ഡ് ഇന്റലിജൻസ്, അതായത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രത്യേക വിവേകത്തിനാണ് അവിടെ നീറ്റ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. താന് തന്റെ അറിവോടും തനിക്ക് ദൈവം നൽകിയ അറിവിനോടും പ്രത്യേക ജ്ഞാനത്തോടും കൂടെ ഈ വിഷയത്തെ കുറിച്ച് ആരായുവാൻ താൻ പരിശ്രമിച്ചു. താൻ ചോദിച്ചു, ഇങ്ങനെയാണ് രാജാവ് സന്നിധിയിൽ ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്നവൻ രാജാവിന്റെ സേനാധിപതിയായ അരിയോക്കിനോട് ചോദിച്ചു. അരിയോക്ക് ദാനിയേലിനോട് കാര്യമറിയിച്ചു. അതിന്റെ 16-ാമത്തെ ദാനിയേൽ അകത്തിയെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും പറഞ്ഞു. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ രാജാവിനോട് തനിക്ക് സമയം തരണമെന്ന് ദാനിയേൽ റിക്വസ്റ്റ് ചെയ്തതായിട്ടാണ് അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ. 16-ാമത്തെ വാക്യം വായിക്കുന്ന, and Daniel went either by him or through the medium some friend perhaps that, തന്റെ സ്നേഹിതന്മാരെയും താൻ ഈ വിവരം അറിയിച്ചു, തനിക്ക് സമയം തരണം.
that he would give him time. അവന് തക്ക സമയം തനിക്ക് നൽകണം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ കാര്യത്തെക്കുറിച്ച് ദാനിയേൽ ചോദിക്കാൻ കാരണം. അവനൊരു സമയം ചോദിക്കാനുള്ള പ്രധാന കാരണം തനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു മാത്രമേ ഇത് പറയാൻ കഴിയൂ. ഈ കൽദേരും ശകുനവാദികളും ആഭിചാരകന്മാരും മന്ത്രവാദികളും എല്ലാം തന്നെ ഒരു വിഷയം തെളിയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ബുദ്ധിയോ അവരുടെ ജ്ഞാനമോ അവരുടെ പഠിപ്പോ അവരുടെ ഇന്റലക്ച്വാലിറ്റിയോ ഒന്നും കൊണ്ട് ഈ കാര്യത്തെ തെളിയിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാത്രമേ ഇത് പ്രാപിച്ചു പറയാൻ കഴിയൂ. അപ്പോൾ ദൈവത്താൽ പ്രാപിക്കപ്പെടണം. ഒന്ന്, that the king would recollect the favor which already shown. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പറയുന്ന ദാനിയേൽ, ഹനന്യ, മീശാൽ എല്ലാവർക്കും തുല്യനായ ഒരുത്തനെയും കണ്ടില്ല. ഈ കാര്യം രാജാവിന്റെ മുമ്പിൽ ഒന്നുകൂടെ തെളിയിച്ചു കൊടുക്കുവാൻ തനിക്ക് ലഭിച്ച അവസരമാണിത്. അപ്പോൾ രാജാവ് കണ്ട ഈ സ്വപ്നത്തിന് ചില അർത്ഥങ്ങൾ ദൈവത്തിനുണ്ട്. സം മീനിങ് ഇറ്റ്. ഇത് ദൈവത്താൽ സംഭവിച്ചതാകാൻ ഉള്ള വഴിയുണ്ട്. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞ എനിക്ക് അല്പം സമയം വേണം. ഐ നീഡ് സർട്ടൻ ടൈം. അത് കൺസൾട്ട് ചെയ്യേണ്ട വ്യക്തികളുമായിട്ട് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ദാനിയേൽ ഇതിന് പ്രധാന സമയം പറയാനിടയായത്. ഒന്നാമത്തെ കാര്യം, ഹി നീഡ് ദ ഫേവർ ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് തനിക്ക് ഒരു ഫേവർ, ഒരു അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. 2, രാജാവിന്റെ മുമ്പിൽ തനിക്കൊരു അനുകൂല സാഹചര്യം, 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയപ്പെട്ട അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. 3, ദൈവത്താൽ തന്നെയാണ് ഇത് സംഭവിച്ചത്. ബൈ ഗാഡ്. ദൈവത്താൽ ഇത് സംഭവിച്ചുകൊണ്ട് ദൈവത്തിനാണ് ഉത്തരം നൽകുവാൻ കഴിയുന്നത്. ഇനി അത് കൂടാതെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ രാജാവിനെ സംബന്ധിച്ചുണ്ട്. ദ കിങ് വാസ് വെരി ആങ്ഷ്യസ്. രാജാവ് വളരെ ആകാംക്ഷചിത്തനായിട്ടിരിക്കുകയാണ്. രാജാവ് വളരെ ആകാംക്ഷഭരിതനായിട്ടിരിക്കുകയാണ്. തനിക്ക് ഇതിന് ഉത്തരം ലഭിച്ചേ മതിയാകത്തുള്ളൂ. ഇനി അത് മാത്രമല്ല, ഇത് ദൈവത്തിന്റെ ഒരു സ്വാധീനം ഇതിനകത്തുണ്ട്. there is an influence of God in it. അപ്പോൾ ദൈവത്തിന്റെ സ്വാധീനം ഇതിനകത്തുണ്ട്, ദൈവത്തിന്റെ കരം ഇതിനകത്തുണ്ട് എന്ന ദാനിയേലിന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ദാനിയേൽ തന്റെ സ്നേഹിതന്മാരും കൂടെ ദൈവസന്നിധിയിൽ ഈ വിഷയവുമായി ചെല്ലുവാനിടയായത്. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 18th വേഴ്സിൽ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേഴ്സ് 18, ദാനിയേൽ തന്റെ സ്നേഹിതന്മാരോട് വിവരം അറിയിച്ചു. ദാനിയേൽ തന്റെ സ്നേഹിതന്മാരോട് ഈ വിവരം അറിയിച്ചതായിട്ടും അവിടെ ഞാൻ മലയാളത്തിൽ വായിക്കാം. ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന് കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായോലും അസര്യാവോടും കാര്യം അറിയിച്ചു. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് so that they might request compassion from God heaven concerning this mystery, so that Daniel and his friends should be destroyed with the rest of the wise men of Babylon. ബാബിലോണിലെ മറ്റുള്ള ബുദ്ധിമാന്മാരുടെ കൂടെ താനും നശിച്ചു പോകാതിരിക്കുവാൻ ഈ രഹസ്യം താൻ അറിയുവാൻ ആഗ്രഹിച്ചു. He tried to understand the secret. ഈ രഹസ്യത്തെ കുറിച്ച് താൻ അറിയുവാൻ ആഗ്രഹിച്ചിട്ട് താനും തന്റെ സ്നേഹിതന്മാരും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നതായിട്ടാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. They stood before God. So they want to know the secrets. ദൈവം എന്താണ് ഈ രഹസ്യത്തിലൂടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 19-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രിയിൽ ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. In the night God revealed. രാത്രിയിൽ ദൈവം, സ്വർഗത്തിലെ ദൈവം ദാനിയേലിനും തന്റെ ദാനിയേലിന് ഈ കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് then the mystery was revealed to Daniel in a night vision, and Daniel blessed the God of heaven.
വളരെ വ്യക്തമായി വളരെ ക്ലിയർ ആയി ഉപയോഗിച്ചിരിക്കുന്നു. Then the mystery was revealed to Daniel in a night vision. ദാനിയേലിന്റെ രാത്രിയിലെ ദർശനം കാണുവാനിടയായി തീർന്നു. നൈറ്റ് വിഷൻ. നൈറ്റ് വിഷൻ എന്ന് പറയാൻ കാരണം രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിന്റെ അറിവ് ലഭിക്കാതെ വിത്തൗട്ട് ഗെറ്റിംഗ് ദ നോളജ് ഓഫ് ദ മിസ്റ്ററി, ഈ മർമ്മത്തിന്റെ രഹസ്യം വെളിപ്പെടാതെ താനും തന്റെ സ്നേഹിതന്മാരും രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്നു. ഒന്നുകിൽ പ്രാർത്ഥനയിലായിരുന്നേക്കാം. യോബിന്റെ പുസ്തകം 4:13, യോബിന്റെ പുസ്തകം 33:15, യെശയ്യാ 1:1, ദാനിയേൽ 1:17, ഈ വാക്യങ്ങളുടെ ഒക്കെ ആനുപാതികമായ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും രാത്രിയിൽ ദർശനം കാണുവാൻ കാരണം രാത്രിയിലെ അവരുടെ പ്രാർത്ഥനയായിരിക്കുവാനാണ് വളരെ കൂടുതൽ ചാൻസ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ദൈവം അവർക്ക് ഡ്രീം ആൻഡ് ഇറ്റ്സ് ഇന്റർപ്രിട്ടേഷൻ, സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും ദൈവം അവരെ കാണിച്ചതായിട്ടാണ് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. God then was secret revealed to Daniel at vision. ഒരു ദർശനത്തിൽ, രാത്രിയിലെ ഒരു ദർശനത്തിൽ ദാനിയേലിന് ദൈവം അത് കാണിച്ചു കൊടുക്കാനിടയായി. കാരണം അത് ഭാവി കാലത്തെ കുറിച്ചുള്ള സംഭവമായിരിക്കാൽ. എന്നിട്ട് 20-ാമത്തെ വാക്യം, രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം. ദൈവത്തിന് നാമം എന്നുവന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അതിന്റെ 20-21 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് 2-ാം അധ്യായത്തിൽ ഈ കാര്യത്തിന്റെ വളരെ ആഴമായ സത്യങ്ങളെ കുറിച്ച് ദാനിയേൽ വെളിപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയാണ്. Daniel, let the name of God be blessed. Wisdom and power belongs to God. ജ്ഞാനവും അറിവും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. Wisdom is coming from God. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം വരുവാനിടയായി തീർന്നത്. എന്താണ് ഈ ജ്ഞാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? 2-3 തരത്തിലുള്ള പ്രത്യേക അറിവുകളാണെന്നുള്ളത്. ഒന്ന് കൗൺസിൽ നോളജ്, 2 പ്രൊവിഡൻസ്, 3 വിസ്ഡം. കൗൺസിൽ എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് അഡ്വൈസ് ചെയ്യുക, ഒരു കാര്യത്തെ കുറിച്ച് പ്രോപ്പർ ഗൈഡൻസ് നൽകുക, ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ പ്രോപ്പർ ഗൈഡൻസിനാണ് കൗൺസിൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2-ാമത്തെ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പരിജ്ഞാനം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊവിഡൻസ് മീൻസ് ഹോൾ നോളജ്, അല്ലെങ്കിൽ പൊതുവായ അറിവ്. അതെങ്ങനെയാണ് ഒരാൾക്ക് പ്രൊവിഡൻസ് ഉണ്ടാകുന്നത്? പരിജ്ഞാനം എന്ന വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സൃഷ്ടിതാവ് ദൈവമാണ്. സൂര്യൻ കിഴക്കുത് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇത് എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും വയ്ക്കുന്നു, വലം വയ്ക്കുന്നു ഭൂമി. അതുപോലെ ഈ യൂണിവേഴ്സൽ ട്രൂത്തുകളെല്ലാം, പ്രപഞ്ചിക സത്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കപ്പെടുന്നു എന്ന കാര്യത്തെ കുറിച്ച് ഒരാൾക്ക് അറിവുണ്ടായിട്ട് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനാണ് പ്രൊവിഡൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. അറിവും വിവേകവും, പ്രൊവിഡൻസ് ആൻഡ് കൗൺസിൽ ഗാഡ് ഗ്രാന്റ് മീ. എനിക്ക് ആലോചനയും വിവേകവും തരണമേ എന്നാണ് താൻ പ്രാർത്ഥിച്ചത്. Usually people ask God, I need the counsel and prudence. നമുക്ക് ഈ വിധമായ 2 അറിവുകൾ. ഒന്ന്, ഒരു കാര്യത്തെ അഡ്വൈസ് ചെയ്യാൻ, ഞാൻ ഈ കാര്യത്തെ കുറിച്ച് അഡ്വൈസ് ചെയ്യുവാൻ യോഗ്യനാണോ? 2-ാമത് പ്രൊവിഡൻസ്, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നു. രാജാക്കന്മാരെ വാഴിക്കുന്നതും നീക്കുന്നതും ദൈവമാണ്. God is appointing king and dissolve the kings. രാജാക്കന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നതും നീക്കുന്നതും ദൈവം തന്നെയാണ്. ആ ഒരു അറിവാണ് ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും, all the creations, all the creatures is functioning on the basis of God. God's hand, God's sustaining power. ദൈവത്തിന്റെ പരിപാലനത്തിലാണ് ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും സഞ്ചരിക്കുന്നത്. ഇതാണ് പ്രൊവിഡൻസ്, പരിജ്ഞാനം എന്നർത്ഥമാക്കുന്നത്. 3-ാമത്തെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വിസ്ഡം എന്നാണ് പറയുന്നത്. വിസ്ഡം 2 തരത്തിലുണ്ട്. വിസ്ഡം ഫ്രം ദ വേൾഡ്
ആൻഡ് വിസ്ഡം ഫ്രം ഗാഡ്. രണ്ടു തരത്തിലുള്ള ജ്ഞാനമാണ് യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ദൈവത്തിൽ നിന്നുള്ള അറിവുണ്ട്, മനുഷ്യരിൽ നിന്നുള്ള അറിവുണ്ട്. ഉയരത്തിലെ അറിവും ഭൂമിയിലെ അറിവും. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അറിവാണ് സൗമ്യതയും താഴ്മയും വിനയവും ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ ലോകത്തിൽ നിന്ന് പ്രാപിക്കുന്ന അറിവുകളെല്ലാം പൈശാചികമാണ്. പ്രിയരെ, അപ്പോൾ ഈ വിധമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ദാനിയേൽ 3 കാര്യങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചു. കാവൻ 20-ാമത്തെ വാക്യം, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദാനിയേലിന് ഈ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തത്. There are 8 important matters God revealed to Daniel and his friends. ദാനിയേലിനും തന്റെ സ്നേഹിതന്മാർക്കും 8 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണുള്ള അറിവ് ഈ സ്വപ്നത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടണം. The name of God shall be established and glorified forever and ever. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ നാമം വളരെ പ്രാധാന്യമായിട്ട് കൊടുത്തിരിക്കുന്നത്? കാരണം ദൈവത്തിന്റെ നാമത്തിന് കീഴിലാണ് സകല ചരാചരങ്ങളും സഞ്ചരിക്കുന്നത്. എവറിത്തിങ് ഈസ് ഫങ്ഷനിങ്. എല്ലാ കാര്യങ്ങളും സഞ്ചരിക്കുന്നതും തടക്കപ്പെടുന്നതും എല്ലാം ദൈവത്തിന്റെ പ്രത്യേക നാമത്തിന് കീഴിലാണ്. ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവനാമത്തെ ആണ് മനുഷ്യൻ അറിയേണ്ടത്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേലിനോട് വെളിപ്പെടുത്തി കൊടുത്ത് I am that I am, ഞാനാകുന്നവൻ ഞാനാകുന്നു. മാറ്റത്തിന് വിധേയനല്ലാത്ത നാമമുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുള്ളവനുമായിരിക്കുന്നവൻ, ഒന്നിനും ഒരു വസ്തുതകൾ കൊണ്ട് മാറ്റം വരാത്തവൻ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവൻ, യാതൊരു വസ്തുവിനാലും യാതൊന്നിനാലും മാറ്റത്തിന് വിധേയനാകാത്തവൻ, എന്നുവന്നേക്കും അനന്യനായിരിക്കുന്നവൻ, യുണീക്കായിരിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അറിവ്. ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം അറിവുകൾ ഉണ്ടായിരുന്നാലും ദൈവത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ അറിവുകളെല്ലാം ശൂന്യമാണ്. നാം ദൈവത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ആരാധന രീതികൾ മാറുവാനിടയായിത്തീരും. നാം ദൈവത്തെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലികൾ മാറുവാനിടയായിത്തീരും. നാം ദൈവത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെ അറിയുമ്പോൾ നമ്മുടെ ജീവിത ശൈലികൾക്കും സ്വഭാവങ്ങൾക്കും മാറ്റം വരുവാനിടയായിത്തീരും. ഇതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞത് ദൈവത്തിന്റെ നാമത്തെ പ്രകീർത്തിക്കുക. രണ്ടാമത്തെ കാര്യം ഉപയോഗിച്ചിരിക്കുന്ന ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ, വിസ്ഡം ആൻഡ് പവർ. വിസ്ഡം എന്താണെന്ന് ഞാൻ പറയാനിടയായിത്തീർന്നു. വിസ്ഡം ആൻഡ് പവർ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കപ്പെടുന്ന അറിവാണ് വിസ്ഡം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം കൊടുത്ത അറിവ്, സാത്താൻ കൊടുത്ത അറിവുണ്ട് ഒരു തരത്തിൽ വിസ്ഡം. പക്ഷെ ദൈവം കൊടുത്ത അറിവെന്ന് പറയപ്പെടുമ്പോൾ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണാൻ കഴിയും. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, എക്ലീസിയാസ്റ്റിക്കസ് ചാപ്റ്റർ 8 വേഴ്സ് 1, ജ്ഞാനിക്ക് തുല്യനായി ആരുള്ളൂ, കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവനാണ്. ജ്ഞാനിക്ക് തുല്യനായി ആരുള്ളൂ? മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിക്കും, അവന്റെ മുഖത്തിന്റെ കാഠിന്യം മാറിപ്പോകുന്നു. ഈ വിസ്ഡം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യത്തെ കൈകാര്യം ചെയ്യുവാനുള്ള അറിവ്. എനിക്കും നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ ഹാൻഡിൽ ചെയ്യുവാനുള്ള അറിവ് നമുക്ക് വിസ്ഡത്തിലൂടെയാണ് പ്രാപിക്കുന്നത്. പ്രാക്ടിക്കൽ നോളജ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രാക്ടിക്കൽ നോളജ് പലപ്പോഴും നമ്മുടെ കൈമോശം സംഭവിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ മുഖം കാഠിന്യമായി മാറുന്നത്, നമ്മുടെ മുഖം വലിയ വിളറി മാറുന്നത്. ഇവിടെ രാജാവിന്റെ ഫേസും അജിറ്റേറ്റഡ് ആയി മാറുവാൻ കാരണം താൻ സ്വപ്നം കൊണ്ട് ഭാവി കാലത്തേക്കുള്ളതാണെന്നും അത് ഭാവി കാലത്തിന്റെ വിഷയമാണെന്നും മനസ്സിലാക്കിയിട്ട് അർത്ഥമറിയുവാനോ സ്വപ്നം അറിയുവാനോ കഴിയാത്ത വിധത്തിൽ തന്റെ മുഖം വിളറിപ്പോയി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഭിത്തിമേൽ എഴുതിയ കൈയെഴുത്ത് കണ്ടപ്പോഴും ബെൽഷസ്സറിന്റെ ഏർപ്പാടുവാനുള്ള കാരണം അതിന്റെ അർത്ഥവും പൊരുളും ഗ്രഹിപ്പാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ലോകത്തിന്റെ മുഖം വിളറിയിരിക്കുവാൻ കാരണം, ലോകം ഇന്ന് നിരാശയിലേക്ക് പോകുവാൻ കാരണം, ഇന്ന് ലോകത്തിന്റെ ധൈര്യം ചോർന്നു
പോകുവാൻ കാരണം പല കാര്യത്തെക്കുറിച്ചുള്ള വിഷ്ടം അവർക്കില്ല. ഹാൻഡിൽ ചെയ്യുവാൻ, തലമുറകളെ കൈകാര്യം ചെയ്യുവാൻ, കുടുംബത്തെ കൈകാര്യം ചെയ്യുവാൻ, ജീവിതത്തെ കൈകാര്യം ചെയ്യുവാൻ, ഭാരമേറിയ സങ്കടപ്പെട്ട ഹെവി ആയിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തക്കതായ വിഷ്ടം, പ്രാക്ടിക്കൽ നോളജ് നമുക്കില്ലാത്തതിനാൽ പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നത് നാം പലയിടത്തും മുഖം കാഠിന്യം അനുഭവിക്കുകയാണ്. പ്രിയരെ, ഈ വർത്തമാന കാലഘട്ടത്തിന്റെ മുഖച്ഛായ തന്നെ അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദാനിയേൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവൻ ബലവും ജ്ഞാനവനുള്ളതാണ്. വിസ്ഡം ഗോഡ്സ് പ്രൊവിഷനാണ്. ദൈവമാണ് ജ്ഞാനം നമുക്ക് തരുന്നത്. ദൈവം തരുന്ന ഈ ജ്ഞാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, ജ്ഞാനവും ബലവും, പവർ ഈസ് ഇൻ ഹിസ് ഹാൻഡ്. അതോറിറ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധികാരം എന്നുള്ള വാക്കാണ്. ഈ ലോകത്തിലെ രാജാക്കന്മാരെ വാഴിച്ച് നീക്കിച്ച് എല്ലാം ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് സകലത്തിന്മേലും അധികാരമുള്ളവൻ ദൈവമാണ്. എല്ലാ അറിവുകളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്താൽ അല്ലാതെ ഈ മനുഷ്യർക്കൊന്നും ഒരു അറിവ് സമ്പാദിപ്പാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഒരു വിരാമം കുറിക്കട്ടെ. നാളെ മുതൽ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ്. 1991 നവംബർ മാസം 22-ാം തീയതി ഫ്രൈഡേ, ഞാനൊരു പ്രത്യേക പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ബിലായിൽ വെച്ച് ഞാനൊരു പാട്ടിന്റെ ചില വരികൾ എഴുതുവാനിടയായിട്ടും ആ പാട്ടിന്റെ ചില വരികൾ പാടി നമുക്ക് അവസാനിപ്പിക്കാം. ലോകാന്ത്യമാസന്നമാ, കർത്തന്റെ വരവു സമീപവുമായി. ലോകാന്ത്യമാസന്നമാ, കർത്തന്റെ വരവു സമീപവുമായി. കാത്തിരിക്കും തൻ വൃതന്മാരെ ചേർപ്പാൻ കാലവിളംബവുമായി വരുവാൻ. കാലവിളംബവുമായി കാത്തിരിക്കും തൻ വൃതന്മാരെ ചേർക്കുവാൻ. കാലവിളംബവുമായി വരുവാൻ. കാലവിളംബവുമായി തേജസ്സിലേക്കുതൻ പ്രിയരെ ചേർക്കുവാൻ. തേജസ്വരൂപനായി വരുന്നവനെ, തേജസ്സിലേക്കുതൻ പ്രിയരെ ചേർക്കുവാൻ. തേജസ്വരൂപനായി വരുന്നവനെ, തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടോർ തൽക്ഷണം മാറും വാനരൂപികളായി. തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടോർ തൽക്ഷണം മാറും വാനരൂപികളായി. ലോകാന്ത്യമാസന്നമേ, കർത്തന്റെ വരവു സമീപവുമായി. ലഘുവായി കാണുന്ന കഷ്ടവും സങ്കടം ക്ഷണികമായി മാറുമേ ആ ദിനത്തിൽ. ലഘുവായി കാണുന്ന കഷ്ടവും സങ്കടം ക്ഷണികമായി മാറുമേ ആ ദിനത്തിൽ. കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുന്ന നിമിഷം ആസന്നമായി പ്രിയരേ, ആസന്നമായി. കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുന്ന നിമിഷം ആസന്നമായി പ്രിയരേ, ആസന്നമായി. ലോകാന്ത്യമാസന്നമായി, കർത്തന്റെ വരവു സമീപവുമായി. നഷ്ടമായോരുതൻ പരുസിത നൽകുവാൻ ചോണിതലേ വന്നു നഷ്ടമാക്കി. നഷ്ടമായോരുതൻ പറുദിസ നൽകുവാൻ ചോണിതലേ വന്നു നഷ്ടമാക്കി. ദിവ്യമം വാഗ്ദത്തം പറഞ്ഞിട്ടു പോയവൻ വന്നിടും വേഗം വന്നിടുമേ. ദിവ്യമം വാഗ്ദത്തം പറഞ്ഞിട്ടു പോയവൻ വന്നിടുമേ, വേഗം വന്നിടുമേ. ലോകാന്ത്യമാസന്നമായി, കർത്തന്റെ വരവു സമീപവുമായി. കാത്തിരിക്കും തൻ വൃതന്മാരെ ചേർക്കുവാൻ. കാലവിളംബവുമായി വരുവാൻ. കാലവിളംബവുമായി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എന്റെ സാന്നിധ്യം പകരണം, കൃപയുടെ മറവിൽ മറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.